നമസ്കാരം. ഇന്നത്തെ പ്രധാന 10 വാർത്തകൾ. പ്രാർത്ഥനയോടെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകി ലോകം. സംസ്കാര ചടങ്ങുകൾ 1.5 മണിക്കൂറോളം നീണ്ടുനിന്നു. ചടങ്ങുകൾക്ക് മുന്നോടിയായ ദിവ്യബലിയോടെയാണ് സംസ്കാര ശുശ്രൂഷകൾക്ക് തുടക്കമായത്. ചടങ്ങുകൾക്ക് ശേഷം മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് തിരികെ കൊണ്ടുപോയ ശേഷം അവിടെ നിന്നും 4 മീറ്റർ അകലെയുള്ള സെന്റ് മേരി മേജർ ബസിലിക്കയിലായിരുന്നു സംസ്കാരം. 170 ലോകരാജ്യങ്ങളുടെ നേതാക്കൾ ചടങ്ങിന് സാക്ഷിയാകാനെത്തി. കർദിനാൾ തിരുസംഘത്തിന്റെ തലവൻ ജിയോവാനി ബാറ്റിസ്റ്ററയാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെ ചടങ്ങുകൾ പൂർത്തിയായതോടെ വത്തിക്കാനിൽ 9 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ADGP മനോജ് എബ്രഹാമിന് DGP ആയി സ്ഥാനക്കയറ്റം. DGP റാങ്കിൽ ഫയർഫോഴ്സ് മേധാവിയായി നിയമനം നൽകി. നിലവിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് മനോജ് എബ്രഹാം. 1994 ബാച്ച് IPS ഓഫീസറായ അദ്ദേഹം നിലവിൽ വിജിലൻസ് ഡയറക്ടർ കൂടിയാണ്. നിലവിലെ ഫയർഫോഴ്സ് മേധാവി K പത്മകുമാർ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് മനോജ് എബ്രഹാമിന് സ്ഥാനക്കയറ്റം. ഈ മാസം 30-നാണ് പത്മകുമാർ വിരമിക്കുന്നത്. മെയ് 1-ാം തീയതി മനോജ് എബ്രഹാം ചുമതലയേൽക്കും. തെക്കൻ ഇറാനിയൻ നഗരത്തിലെ ഷഹീദ് രജായി തുറമുഖത്ത് വൻ സ്ഫോടനം. തുറമുഖത്ത് സൂക്ഷിച്ചിരുന്ന കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനമുണ്ടായത്. 47 പേർക്ക് പരിക്കേറ്റതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇവരെ ആശുപത്രികളിലേക്ക് മാറ്റി. സ്വർണ്ണക്കടത്ത് കേസിൽ കന്നഡ നടി രമ്യ റാവുവിനെതിരെ കൊഫെപാസ വകുപ്പ് ചുമത്തി. കേസ് അന്വേഷിക്കുന്ന DRIയുടെ നിർദ്ദേശപ്രകാരം സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോയാണ് രമ്യക്കെതിരെ കൊഫെപാസ ചുമത്തിയത്. കേസിലെ മറ്റു പ്രതികളായ തരുൺ രാജു, സാഹിൽ സക്കറിയ ജെയിൻ എന്നിവർക്കെതിരെയും കൊഫെപാസ ചുമത്തിയിട്ടുണ്ട്. ഇതോടെ രമ്യ റാവു ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് 1 വർഷത്തേക്ക് ജാമ്യം ലഭിച്ചേക്കില്ല. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ അന്വേഷണത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. നിഷ്പക്ഷവും സുതാര്യവുമായ ഏതൊരു അന്വേഷണത്തിനും പാകിസ്ഥാൻ തയ്യാറാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള നയതന്ത്ര നടപടികൾ ഇന്ത്യ പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണത്തിന് തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് പാക് പ്രധാനമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. ബ്രാഹ്മണ സമുദായത്തിനെതിരായ വിവാദ പരാമർശത്തിൽ സംവിധായകനും നടനുമായ അനുരാഗ് കശ്യപിന് സൂറത്ത് കോടതിയുടെ നോട്ടീസ്. മെയ് 7-ന് കോടതിക്ക് മുമ്പാകെ ഹാജരാകാൻ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. സൂറത്തിലെ അഭിഭാഷകനായ കമലേഷ് റാവലിന്റെ ഹർജിയിൽ വ്യാഴാഴ്ചയാണ് കോടതി നോട്ടീസ് അയച്ചത്. BNS 196, 197, 351, 352, 353, 356 വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം. ആനന്ദ് മഹാദേവൻ ചിത്രം പുലയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിക്കുമ്പോഴായിരുന്നു അനുരാഗ് വിവാദ പരാമർശം നടത്തിയത്. ബ്രാഹ്മണരുടെ മേൽ മൂത്രമൊഴിക്കുമെന്നായിരുന്നു അനുരാഗ് കശ്യപിന്റെ പ്രതികരണം. പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന് ബന്ധമുണ്ടെന്ന വിശ്വസനീയമായ വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യ. ഇതിന്റെ നിർണായക തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചെന്നും ഭീകരരുടെ പാക് ബന്ധവും സ്ഥിരീകരിച്ചെന്നുമാണ് ഇന്ത്യ അറിയിച്ചത്. ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഫോൺ സംഭാഷണങ്ങളിലും 30-ലേറെ വിദേശ രാജ്യങ്ങളുടെ സ്ഥാനപതിമാരുമായി ഡൽഹിയിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും മുതിർന്ന ഉദ്യോഗസ്ഥരും നടത്തിയ കൂടിക്കാഴ്ചകളിലും ഭീകരാക്രമണത്തിലെ പാക് ബന്ധം വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീകര സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ പാകിസ്ഥാനിൽ 2 കണ്ടെത്തിയിട്ടുണ്ട്. ചില ഭീകരരെ തിരിച്ചറിഞ്ഞു. മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാന ആസൂത്രകരിൽ ഒരാളായ തഹാവൂർ റാണ കൊച്ചി സന്ദർശിച്ചിരുന്നുവെന്ന് റിപ്പോർട്ട്. മുംബൈയും ഡൽഹിയും കേരളവും സന്ദർശിച്ചെന്നും കേരളത്തിലെത്തിയത് പരിചയക്കാരെ കാണാനായിരുന്നെന്നും റാണ മൊഴി നൽകി. വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ചവരുടെ വിലാസം ചോദ്യം ചെയ്യലിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറി. അന്വേഷണത്തിനായി മുംബൈ ക്രൈംബ്രാഞ്ച് സംഘം കേരളത്തിലെത്തിയേക്കും. പ്രമുഖ ചരിത്ര പണ്ഡിതനും ഗവേഷകനും അധ്യാപകനുമായിരുന്ന MGS നാരായണൻ അന്തരിച്ചു. കോഴിക്കോട് മാലാപ്പറമ്പിലെ വീട്ടിലായിരുന്നു അന്ത്യം. 93 വയസ്സായിരുന്നു. കേരള ചരിത്ര പഠനത്തിൽ അതുല്യമായ സംഭാവനകൾ നൽകിയിരുന്ന അദ്ദേഹം ചരിത്ര പഠനത്തിന് പുതിയ ദിശാബോധം നൽകി. തന്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയാൻ മടികാട്ടാതിരുന്ന അദ്ദേഹത്തിന്റെ നിലപാടുകൾ പലപ്പോഴും വിമർശനങ്ങൾക്കിരയായിരുന്നു. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാട് കേസിൽ CMRLന് ഒരു തരത്തിലുള്ള സേവനവും നൽകിയിട്ടില്ലെന്ന് എക്സാലോജിക് ഉടമ വീണ വിജയൻ മൊഴി നൽകിയതായി SFIO റിപ്പോർട്ട്. ചെന്നൈ ഓഫീസിൽ ചോദ്യം ചെയ്തപ്പോൾ വീണ ഇത്തരത്തിൽ മൊഴി നൽകിയെന്നാണ് റിപ്പോർട്ടിലുള്ളത്. വീണയ്ക്ക് പുറമെ എക്സാലോജിക് ഉദ്യോഗസ്ഥരും CMRL IT വിഭാഗം മേധാവിയും ഇത് സമ്മതിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു.